ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ ക്രോമിങ്ങിനെ കുറിച്ചിട്ടാണ്. ഹൈഡ്രോഗ്രാഫിക് ക്രോമിംഗ് എന്നാണ് പറയുന്നത്, ക്രോം പ്ലേറ്റിംഗ് എന്ന് പറയും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ക്രോം റൂം സെറ്റ് ചെയ്യണത്. അതെല്ലാം നല്ല പക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഒരു ടെമ്പററി ആണ് കേട്ടോ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എ സി ഒക്കെ പുറത്തൊക്കെ വെച്ചിട്ട് ടെമ്പററി ആയി ഫിറ്റ് ചെയ്തു. ഇതാണ് ആ മെഷീൻ. അത് വരുന്നത് എന്ന് വെച്ചാൽ വെള്ളം പ്യൂരിഫൈ ചെയ്ത് വരുന്ന ഡിസലറി വാട്ടർ ആക്കുന്ന മെഷീനാണ്. അതുപോലെ എയർ കംപ്രസ് ചെയ്യണതും നമുക്ക് കേജ് അളക്കാനുള്ള ത്രാസും എല്ലാം ഉണ്ട്. ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ കെമിക്കൽസ് എന്ന് വെച്ചാൽ A1A2 അങ്ങനെ കുറേ അധികം കെമിക്കൽസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വിശദമായി ഓരോന്നായിട്ട് പിന്നീട് ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ കെമിക്കൽസുകളൊക്കെ ഇനി മിക്സ് ചെയ്യണം. ഇപ്പോൾ അതിനുള്ള യൂസർ മാനുവലും കാര്യങ്ങളും ഇതിൽ തന്നെയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓരോ കെമിക്കലിനും ഓരോ രീതിയിലുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മിക്സിങ്ങും ടൈമും വെള്ളത്തിൻ്റെ ഇത് കണ്ടോ അതുപോലെ ചൂടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, നമ്മൾ പെയിന്റിങ് ആണെങ്കിൽ കൂടി ഒരു എന്താ പറയുക, അത് വളരെയധികം ക്ലീൻ ആവണം. അതുപോലെ ഇത് ക്ലീൻ ചെയ്ത് എപ്പോക്സി പ്രൈമർ അടിക്കാനുള്ള പരിപാടിയിലാണ് ഈ മച്ചാന്മാർ. അപ്പോൾ അവർക്ക് അത് കൊടുത്തിടക്കണം. ക്ലീൻ ചെയ്ത് ഇതുപോലെ എപ്പോക്സി പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോക്സിയാണ് നമുക്ക്, സാധാ പ്രൈമർ അല്ല. എപ്പോക്സി അടിച്ചിട്ട് പിന്നെ സാൻഡിങ് ചെയ്ത് അതിന് ക്ലിയർ ആക്കി എടുക്കണം. പിന്നീടാണ് നമുക്ക് വർക്ക് പീസ് കമ്മടലിലേക്ക് വരുന്നത്. അതിനുശേഷം വെള്ളം നമ്മൾ ക്ലിയർ ആയിട്ട് പ്യൂരിഫൈ വാട്ടർ അടിച്ചതിന് ശേഷം ഒരു പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റ് ഡൈല്യൂട്ട് ചെയ്ത് വെച്ച ഏജന്റ് നമ്മൾ അതിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് വെക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അതിലോട്ട് കുറച്ചും കൂടി വെള്ളം എന്ന് വെച്ചാൽ ഡിസലറി വാട്ടർ തന്നെ വീണ്ടും സ്പ്രേ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം പിന്നെയും വെള്ളം ഇതുപോലെ അടിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ച് വീഡിയോ കട്ടായി എന്ന് വെച്ചാൽ ഇത് ഡബിൾ ഗണ്ണാണ്. അത് A1 A2 ഏജന്റ് പ്ലസ് B ഏജന്റ് പറഞ്ഞിട്ടുള്ള ഏജന്റുകൾ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഗണ്ണിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ ഡബിൾ ബാരൽ ഗണ്ണാണിത്. അപ്പോൾ അതിൽ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് കറക്റ്റ് രീതിയിൽ ടൈമിൽ നമ്മൾ അടിക്കുമ്പോൾ കാരണം വെച്ചാൽ സ്പ്രേ ചെയ്യുമ്പോൾ സമയത്താണ് ഇത് ക്രോമിംഗ് എന്നുള്ള പ്രോസസ്സിങ് നടക്കുന്നത്, ക്രോം പ്ലേറ്റിംഗ് എന്നുള്ള പ്രോസസ്സിങ് നടക്കുന്നത്. അതിന് ശേഷം ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതാക്കിയതിന് ശേഷം വെള്ളം ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പീസാണ്. ഓക്കെ, ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് കൂടി ഉണ്ട്. അതാണ് ആക്ടിവേഷൻ ആവുക. കാരണം വെച്ചാൽ നമ്മുടെ ക്രോമിംഗ് പ്ലൈറ്റിംഗ് കറക്റ്റായിട്ട് സിൽവർ കളറിലോട്ട് മാറുന്നത് ആ ഒരു പ്രോസസ്സിലൂടെയാണ്. എന്ന ഏജന്റ് അടിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ അതും കൂടി വെള്ളം ഇട്ട് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം, കാരണം വെച്ചാൽ ഇപ്പൊ എൻ്റെ കൂടെയുള്ളത് കാനയിലുള്ള ഒരു കൂട്ടുകാരനാണ്. അപ്പൊ അവൻ ഒരു പെയിന്റാണ്, നല്ലൊരു പെയിന്റാണ്. ഇതാണ് എന്നുള്ള ഏജന്റ്. അതും കൂടി അടിച്ച് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയും കുറച്ചൊരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് വെള്ളം അടിക്കാൻ മതി. അത്രയേ വേണ്ടുള്ളൂ നമുക്ക് ഇതിന്റെ പ്രോസസ്സിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഇതൊരു ടെസ്റ്റ് പീസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ